ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുരഭി കിച്ചൺ. ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഐസിങ് ഷുഗർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ഞാനിവിടെ അതിനു വേണ്ടി 2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഐസിങ് ഷുഗർ ഉണ്ടാക്കുന്നതിന് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. പഞ്ചസാരയും പിന്നെ ഈ കോൺഫ്ലവറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഈ പഞ്ചസാര ഒന്ന് ആദ്യം പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജാറ് വെള്ളത്തിൻ്റെ നനവൊന്നും പാടില്ല, നല്ല ഡ്രൈ ആയ ഒരു ജാറായിരിക്കണം. നമ്മൾക്ക് ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. പഞ്ചസാര നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പഞ്ചസാര അല്ലേ എടുത്തത്, അപ്പോൾ നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 1 കപ്പ് പഞ്ചസാരക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. ഇനി നമ്മൾക്കിത് വീണ്ടും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ ഐസിങ് ഷുഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല മിനുസ പൊടിയാണ്. അപ്പോൾ നമ്മൾക്കിനി ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല മിനുസപ്പൊടിയാണ്, ഞാനിപ്പോൾ അരിക്കുന്നൊന്നുമില്ല. ഇതിനി നമ്മൾക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കുപ്പിയിലാണ് ഈ ഐസിങ് ഷുഗർ ഇട്ട് സൂക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ ഐസിങ് ഷുഗർ ഞാനിവിടെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം. പിന്നെ കുറേ നാളിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഡെക്കറേറ്റ് ചെയ്യുവാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഐസിങ് ഷുഗർ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. ഇനിയൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്